ലോകം വീണ്ടും ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ഇന്ധന വിലയെ ചൊല്ലി രാജ്യത്ത് ആശങ്ക പടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് വലിയൊരു ആശ്വാസമായി മാറുകയാണ് റഷ്യ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ ഊർജ്ജ കാർഷിക മേഖലകൾക്ക് കരുത്തേകാൻ റഷ്യ നടത്തുന്ന നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ഊർജ്ജ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തേക്ക് കൂടുതൽ ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും നൽകാൻ തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചു. റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാന്ദ്രോവ് വ്യാഴാഴ്ച ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ സുപ്രധാന വാഗ്ദാനം മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിന്റെ സന്ദർശന വേളയിൽ എടുത്ത തീരുമാനങ്ങളുടെ പുരോഗതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി. ഊർജത്തിന് പുറമെ രാസവളം, വ്യാപാരം, കണക്ടിവിറ്റി തുടങ്ങിയ നിർണായക മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 2025 അവസാനത്തോടെ ഇന്ത്യയിലേക്കുള്ള റഷ്യൻ രാസവള വിതരണത്തിൽ 40% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയുടെ ആവശ്യാനുസരണം ഇനിയും കൂടുതൽ വളം നൽകാൻ തയ്യാറാണെന്നും മാന്ദ്രോവ് അറിയിച്ചു. ഇസ്രായേൽ, ഇറാൻ, US സംഘർഷത്തെ തുടർന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ ഊർജ്ജവളം ഇറക്കുമതിയെ കാര്യമായി ബാധിച്ച ഒരു സാഹചര്യത്തിലാണ് ഒരു തടസ്സവുമില്ലാതെ ഇവർ രണ്ടും നൽകാമെന്ന വാഗ്ദാനവുമായി റഷ്യ എത്തിയിരിക്കുന്നത്. ഇത് സാധാരണക്കാരായ ഇന്ത്യക്കാർക്കും കർഷകർക്കും നൽകുന്ന ആശ്വാസം ഒട്ടും തന്നെ ചെറുതല്ല. ഊർജം, രാസവളം എന്നിവയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കൂടിക്കാഴ്ച. ഇന്ത്യയുടെ പ്രതിരോധ ആണവ മേഖലകളിലും റഷ്യ വലിയ ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. കൂടംകുളം ആണവ നിലയത്തിന്റെ ശേഷിക്കുന്ന റിയാക്ടറിന്റെ നിർമ്മാണം നിശ്ചിത സമയക്രമത്തിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് റഷ്യ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന് പുറമെ ഇന്ത്യ വാങ്ങാൻ തീരുമാനിച്ച 5 S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ചും ചർച്ചകൾ നടന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് പുറമെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവരുമായും ഡെനിസ് മാന്ദ്രോവ് കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ, ബഹിരാകാശം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ പുതിയ അവസരങ്ങളും ചർച്ചാ വിഷയമായി. ചുരുക്കത്തിൽ, ലോകരാജ്യങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോഴും സപ്ലൈ ചെയിനുകൾ തകരുമ്പോഴും ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിരോധ ഭദ്രത ഉറപ്പുവരുത്താൻ റഷ്യയുമായിട്ടുള്ള ഈ ആഴത്തിലുള്ള ബന്ധം വലിയൊരു കവചമായി തന്നെ മാറുകയാണ്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ വികസന കുതിപ്പിന് തടസ്സമുണ്ടാകില്ല എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് റഷ്യയുടെ ഈ നിർണായക നീക്കം. നിലവിലെ സാഹചര്യത്തിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വിലക്കയറ്റത്തെ നേരിടാൻ ഇതിലും വലിയൊരു ആശ്വാസം വേറെയില്ല. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.